അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവന് വഴിപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖങ്ങളിൽ അള്ളാഹു നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ടോപ്പിക് ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല. നമുക്ക് എപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെ പറയാന്, കേൾക്കാനും പറയാനും എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പം നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയാം. പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും റബ്ബിലേക്ക് ഏറ്റവും അടുത്ത, റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, പ്രിയപ്പെട്ട അടിമകളായി തീരാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മള് ഒറ്റക്കിരിക്കുമ്പോ ഒറ്റക്കാകുമ്പോ അല്ലെ, എല്ലാ ഒറ്റക്കെന്നല്ല, ഏത് സമയത്തും നമ്മളെ ഹൃദയത്തില് ഓടി വരേണ്ട ഓർമ്മ, ദിക്ർ എന്ന് പറയുന്നത് അള്ളാഹു എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ തിരക്കുകളില് വല്ലാതെ നമുക്ക് ആ ഒരു ദിക്ർ ചിലപ്പോ എത്തിയെന്ന് വരൂല അല്ലെ. എല്ലാ തിരക്കുകളിലും, എല്ലാ പ്രയാസങ്ങളിലും, എല്ലാ സങ്കടങ്ങളിലും, എല്ലാ സന്തോഷങ്ങളിലും, എല്ലാ അവസരങ്ങളിലും, എല്ലാ ഒറ്റപ്പെടലിലും, എല്ലാ സമയത്തും നമുക്ക് സന്തോഷമായി, ആശ്വാസമായി, കൂട്ടുകാരനായി അല്ലെ, എല്ലാ നിലക്കും നമുക്ക് ഒരേ ഒരാൾ മാത്രമേ ഉണ്ടാവൂ, അത് നമ്മളെ റബ്ബാണ്. ഇപ്പൊ നമുക്ക് റബ്ബിലേക്ക് എത്താനുള്ള, റബ്ബിന്റെ അടുത്തേക്ക് നമുക്ക് പോകാനുള്ള ഏറ്റവും അടുത്ത വാതിൽ എന്ന് പറയുന്നത് നമ്മുടെ കഴിവില്ലായ്മയെ കുറിച്ചും നമുക്കൊരാളുടെ സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ആ ഒരു ശരിയായൊരു ബോധം നമുക്ക് ഉണ്ടായാൽ മതി അല്ലെ. നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും ഒരു കുഞ്ഞു വിരല് നമുക്ക് അനക്കണമെങ്കിൽ അള്ളാന്റെ സഹായം വേണമെന്നുള്ള കൃത്യമായ ബോധം. വിരൽ എന്നുള്ളത് ചെറിയൊരു ഉപമ പറഞ്ഞതാണ്. എന്തും തന്നെ അല്ലെ, നമ്മുടെ കണ്ണുകൾ നമ്മള് ഓരോ മിനിറ്റിൽ എത്രയോ തവണ അടച്ചു തുറക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അല്ലെ, സുബ്ഹാനല്ലാഹ്. പക്ഷെ അത് നമ്മൾ വിചാരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് തുറക്കാനും അടക്കാനും കഴിയുന്നത് എന്ന് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ തെറ്റാണ്. നമ്മൾ വിചാരിച്ചാലും നമുക്ക് തുറക്കാൻ കഴിയാത്ത അവസ്ഥ വന്നേക്കാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും ഈ കണ്ണൊന്ന് നമുക്കൊന്ന് തുറക്കാൻ കഴിഞ്ഞെങ്കിൽ എന്നാഗ്രഹിച്ചിട്ടും തുറക്കാൻ പറ്റാതെ പ്രയാസപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ട് അല്ലെ, സുബ്ഹാനല്ലാഹ്. നമ്മളെ കണ്ണുകൾ തുറക്കുന്നതും നമ്മളെ കണ്ണുകൾ അടക്കുന്നതും ഒന്നും നമുക്ക് കിട്ടിയ അനുഗ്രഹമായിട്ട് നമ്മളെ മനസ്സിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊന്ന് പരിശോധിക്കേണ്ടി വരും അല്ലെ. അങ്ങനെ ഓരോന്നും നമ്മൾ ചിന്തിക്കുന്ന ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും. ഓരോ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെ കുറിച്ചും. ശരിക്കും നമുക്കൊന്നുകിൽ ഈ അവയവങ്ങൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുകയെ, എന്തെങ്കിലും ഒരു പ്രയാസം വരികയെ, അതല്ലെങ്കിൽ നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആർക്കെങ്കിലും ഇത്തരം പ്രയാസങ്ങൾ അനുഭവപ്പെടും ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ വില മനസ്സിലാവും. നമ്മളെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു ചേച്ചി, അവരുടെ ചൂണ്ടുവിരലിന്റെ അറ്റത്ത് അവർ വീണിട്ട് കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് വീണ് പൊട്ടി അതിങ്ങനെ മുറിഞ്ഞ്, എന്നിട്ട് ഉള്ളിലത്തെ വെയിൻ ചെറുതായിട്ട് കട്ടായിപ്പോയി. പുറമേ മാത്രമല്ല മുറിഞ്ഞത്. അപ്പം അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയാലും അവിടെ നിന്ന് പറഞ്ഞ് പുറമേ മാത്രമാണെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ഇട്ടായിരുന്നു, പക്ഷെ ഉള്ളിലത്തത് ചെറുതായിട്ട് കട്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വേറെ വലിയ ഹോസ്പിറ്റലിൽ പോകണം, ചിലപ്പോൾ പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടി വരും. അങ്ങനെയെല്ലാം പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി അത് ചെയ്ത് പ്ലാസ്റ്റർ ഇട്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ഒരു കുഞ്ഞു വിരലിന് മാത്രമാണ്. പക്ഷെ ആ കൈ മൊത്തത്തിൽ കെട്ടി വന്താക്കി കഴുത്തിലോട്ട് മറ്റേ സാധനം ഇട്ട് ഏകദേശം 2-3 ആഴ്ച അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അതെല്ലാം അയച്ച് ഇതാക്കി. എന്നിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഞാനിങ്ങനെ ചിന്തിക്കുന്നത്, സുബ്ഹാനല്ലാഹ്. വെച്ചാല്
ഇപ്പോഴും ആ കൈ കൊണ്ട് ഒന്നും ചെയ്യാനുള്ള ഇതിലേക്ക് എത്തിയിട്ടില്ല. ഒരു വിരലാണ്, ഒരു വിരൽ. ഒരു ശരീരത്തിലെ നമ്മൾ ഒരുപാട് അവയവങ്ങളുള്ള ഒരു വിരലിന്റെ ഒരു ചെറിയ ഭാഗത്ത് ഒരു മുറിവ് സംഭവിച്ചപ്പോ അത് ആ കൈ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കിയട്ടല്ലേ. അപ്പൊ നമുക്ക് ഒരു ബോധം നമുക്ക് ഉണ്ടാവണം. ഇതിപ്പോ ഓരോന്ന് സംഭവിക്കുമ്പോ നമുക്ക് ബോധം വരും, അല്ലാതെ തന്നെ നമുക്കൊരു ബോധം വേണം അല്ലെ. നമുക്ക് എന്തിനും ഏതിനും നമ്മളെ റബ്ബിന്റെ സഹായം കൂടിയേ തീരൂ. ഓരോ സമയത്ത് ഓരോ സന്ദർഭത്തിലും നമ്മളത് പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണല്ലോ. എന്തുണ്ടെങ്കിലും ആദ്യം പഠിച്ചവനോട് പറയാ, എന്നിട്ട് നമ്മൾ ആരെയാന്ന് ഏൽപ്പിക്കുന്ന ആൾക്കാരെ ഏൽപ്പിക്കുക എന്നുള്ള രീതിയിൽ. സുബ്ഹാനല്ലാഹ്, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. നമ്മുടെ റബ്ബിന്റെ സഹായം നമുക്കുണ്ടെങ്കിലേ നമ്മളെ എല്ലാ കാര്യങ്ങളും ഭംഗിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കൂ എന്നുള്ള ആ ഒരു ഇത്. അപ്പൊ ആ ഒരു വാതിലിലൂടെയാണ് റബ്ബിലേക്ക് ഏറ്റവും അടുക്കാൻ ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അങ്ങേയറ്റത്തെ വിനയത്തോടെ താഴ്മയോടെ റബ്ബിനെ നമ്മളെ അല്ലെ, അതായത് നമ്മളെ സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ പാരായണം ചെയ്യുന്നുണ്ട് അല്ലെ. ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ്. ആ സ്വമദ് എന്ന സമതായ അള്ളാഹു അല്ലെ, അള്ളാഹുവിന് ഒരാളുടെയും ആശ്രയം ആവശ്യമില്ല. എന്നാ റബ്ബിലേക്ക് നമ്മൾ എല്ലാരും ആവശ്യക്കാരുമാണ് താനും അല്ലെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആലന്റെ ഭാഗത്തുനിന്ന് നമുക്ക് പ്രത്യക്ഷത്തിലും പരോക്ഷമായിട്ടും എല്ലാ എന്താ പറയാ വലുതും ചെറുതുമായ എല്ലാ കാര്യങ്ങളിലും റബ്ബിന്റെ പൂർണ്ണമായ സഹായം, ആശ്രയം നമുക്ക് ഓരോരുത്തർക്കും അത്യാവശ്യമാണ് എന്ന് നമ്മള് മനസ്സിലാക്കണം. ഇപ്പം ഞാനിപ്പോ കണ്ണിന്റെ കാര്യം പറഞ്ഞല്ലോ അല്ലെ. ആ കണ്ണ് അടച്ചത് തുറക്കാന് പ്രയാസമുള്ളത് പോലെ തന്നെ അടക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അങ്ങനത്തെ ഒരവസ്ഥയുണ്ട്. അതും ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യം, കണ്ണടക്കാൻ കഴിയാത്തൊരവസ്ഥ. ഞാന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്റെ ഒരു സാറുണ്ടായിന്. പിന്നെ ആ സാറ് കണ്ണടച്ചാല് രണ്ട് കണ്ണ് അടയൂല, ഒരു കണ്ണേ അടയൂ. സാറ് വന്നപാടനെ നമ്മളോട് പറഞ്ഞതെന്ന് വെച്ചാല്, ഇത് കണ്ടിച്ച് ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല, അത് എന്റെ ഒരു അസുഖമാണ്. എന്തോ ഒരു കണ്ണില് കണ്ണുനീരിന്റെ എന്തോ ഒരു കുറവാണ്, അപ്പൊ ആ കണ്ണ് അടയൂല, അത് തുറന്നിട്ട് തന്നെ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. അപ്പം ഇങ്ങനെ നമ്മള് ഓരോ നിലക്കും ഓരോ ശരീരത്തിന്റെ ഒരു കുഞ്ഞവയവം എടുക്കുമ്പോൾ തന്നെ അതിൽ തന്നെ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു തആല ചെയ്തു തരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. അപ്പം റബ്ബിലേക്ക് നമുക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്, നമ്മൾ വളരെ ദുർബലരാണ്, നമുക്ക് എല്ലാ നിലക്കും അള്ളാഹുവിന്റെ സഹായം അത്യാവശ്യമാണ്. എത്ര പൈസ അല്ലെ, സൗകര്യങ്ങൾ, സമ്പാദ്യം, ആൾക്കാര്, അങ്ങനെ എന്തെല്ലാം ഉണ്ട്, അവരുണ്ട് ഇവരുണ്ട്, എനിക്കില്ലേ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്, എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. കോടികളുടെ ആസ്തിയുണ്ട്, ഒരുപാട് സ്റ്റാഫ് ഉണ്ട്, വലിയ ബിസിനസ് ചെയ്യുന്ന ആളാണ്, എന്തിനും ഏതിനും പിന്നെ ആൾക്കാരുണ്ട് എന്നൊന്നും വിചാരിച്ചിട്ട് നമുക്ക് അതൊന്നും എന്തല്ല റബ്ബിനെ ആശ്രയിക്കാതെ ജീവിക്കാനുള്ള ഒരു മാനദണ്ഡമില്ല. അപ്പൊ റബ്ബിലേക്ക് നമ്മൾ എന്താകണം, വിനയപ്പെടണം. അപ്പം അള്ളാഹുലേക്ക് നമുക്ക് അങ്ങേയറ്റം കീഴ്വണക്കത്തോടു കൂടി അല്ലെ, ഋജു മനസ്കരായി ഇഖ്ലാസോടെ ആ ഒരു വിനയം, ആ ഒരു കീഴ്പ്പെടല് നമുക്ക് സാധ്യമാകണമെങ്കിൽ നമ്മളെ മനസ്സിൽ എന്തുണ്ടാകണം, ആ ഒരു റബ്ബിനോട് അങ്ങേയറ്റത്തെ സ്നേഹം, ഇഷ്ടം ഇത് നമുക്കുണ്ടാവണം. പിന്നെ അതുപോലെ തന്നെ അള്ളാഹുവിനോട് നമുക്ക് ആ ഒരു ഇഷ്ടം, നമ്മളെ മനസ്സറിഞ്ഞ് അള്ളാഹുവിനെ നമ്മള് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടാൻ കഴിയണമെങ്കിൽ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള കൃത്യമായ ബോധം നമ്മളെ മനസ്സിൽ ഓരോരുത്തർക്കും ഉണ്ടാവണം. ദിവസേന ശരിക്കും നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെ വിക്ർ ചെയ്യുമല്ലോ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ എന്നൊക്കെ നമ്മൾ പറയുമ്പോ വെറുതെ ഒരു 5-10 മിനിറ്റ് നമ്മൾ അള്ളാഹു നമുക്ക് ചെയ്തെന്ന അനുഗ്രഹത്തെ കുറിച്ച് വെറുതെ ഒന്ന് ഓർത്ത് നോക്കിയാൽ തന്നെ മതി. നമുക്ക് 1000 സുബ്ഹാനല്ലാഹ് പറയാൻ തോന്നും അല്ലെ. സുബ്ഹാനല്ലാഹ്,
നമ്മള് ഒന്നുകിൽ രാത്രി വിരിപ്പിലേക്ക് കടക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ രാവിലെ നമ്മൾ തഹജ്ജുദിനെ അങ്ങനെ എഴുന്നേൽക്കുന്ന സമയത്ത് ഒരിത്തിരി നേരം നമ്മള് അള്ളാഹിനെ കുറിച്ച് ഒന്ന് ഓർത്തു നോക്ക്. നമ്മളെ ശരീരത്തിലെ ഓരോ അവയവങ്ങള് നമുക്ക് തന്നിട്ട് അള്ളാഹു നമുക്ക് ചെയ്തു തന്നുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്ക്. സുബ്ഹാനല്ലാഹ്, അത്രയും അല്ലെ നമുക്ക് പറഞ്ഞ് അള്ളാഹു നമുക്ക് ചെയ്തെന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പിന്നെ നമ്മളെ ജീവിതം കൊണ്ട് തീരൂല എന്നാ പറയുന്നത് ചെയ്താല്. അപ്പൊ അള്ളാഹു നമുക്ക് ചെയ്തെന്ന അനുഗ്രഹങ്ങൾ നമ്മൾ തിരിച്ചറിയണം. ഓരോ സെക്കൻഡിലും നമ്മളെ ഹൃദയത്തിന്റെ മിടിപ്പ് ഇല്ലേ, സുബ്ഹാനല്ലാഹ്, നമ്മൾ അറിയുന്നുണ്ടോ? ഈ ഇടയ്ക്ക് ഈ സ്റ്റിക്കർ ഇങ്ങനെ ഇടുന്ന ആളില്ലേ, അത് ഓവർ ആക്കണ്ട കേട്ടാ. കുഴപ്പമില്ല, എന്നാലും കുട്ടികളായിട്ട് എടുത്ത് ഫോൺ എടുത്ത് കളിക്കുന്നതാന്ന് പറയാൻ കഴിയില്ല. അപ്പം അള്ളാഹുവിന്റെ അങ്ങേയറ്റം നമുക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ഒരു തിരിച്ചറിയല് നമ്മളില് ഉണ്ടാകുമ്പോ നമുക്ക് റബ്ബിന്റെ സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂല്ലേ. അതുപോലെ നമുക്ക് ഇത്രമാത്രം അള്ളാഹു ചെയ്തു തന്നിട്ട് നമ്മൾ എന്താ ദിവസം ചെയ്യുന്നത് എന്നൊരു ബോധവും നമ്മളെ മനസ്സിലുണ്ടായാൽ നല്ലതായിരിക്കും. ഇതെല്ലാം നമ്മളെ മനസ്സിൽ ശരിയായ രൂപത്തില് സെറ്റാക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ എന്താകണം, നമ്മളെ മനസ്സും നമ്മളെ ശരീരവും എല്ലാം എന്താവണം, നേരാകണം, ശരിയായ രൂപത്തിലാകണം. അപ്പൊ ഈ മനസ്സ് ശരിയായ അല്ലെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് വരണം, നമ്മളെ ശരീരവും അതിലേക്ക് എത്തണം അല്ലെ. അത് എങ്ങനെയാന്ന് നമുക്ക് ആ ഒരു ഇതിലേക്ക് നമുക്ക് എത്താൻ സാധിക്കാം? ഒന്നാമതായിട്ട് പറയുന്നത് എന്താണെന്നറിയോ? അള്ളാഹുവിനോടുള്ള സ്നേഹം അത് മറ്റുള്ള നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മളെ ഇഷ്ടങ്ങളുണ്ടല്ലേ, നമുക്ക് നമ്മളെ ഒരുപാട് ഇഷ്ടങ്ങളിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ദുനിയാവില്. ആ ഇഷ്ടങ്ങൾ അള്ളാഹുവിനോടുള്ള ഇഷ്ടം അല്ലെ, അതിന്റെ മേലെ വരണം. സുബ്ഹാനല്ലാഹ്, നമ്മളെപ്പോഴും പണ്ടേ നമ്മൾ പറയുന്നൊരു കാര്യമാണല്ലേ, ഏറ്റവും കൂടുതൽ നമ്മൾ ഇത് പിന്നെ സ്നേഹിക്കേണ്ട അള്ളാഹുവിനെയാണ് നമ്മൾ പറയുമ്പോഴും അങ്ങനെ തന്നെ നമ്മൾ പറയാറുള്ളത് അല്ലെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ റബ്ബാണ്, അത് കഴിഞ്ഞ അള്ളാന്റെ റസൂലാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. ശരിക്കും നമ്മളെ ഇഷ്ടവും അള്ളാഹുവിന്റെ ഇഷ്ടവും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാല് നമുക്ക് ശരിക്കും നമ്മുടെ സ്വന്തത്തിനോട് തന്നെ ആയിരിക്കും കൂടുതൽ ഇഷ്ടം. സുബ്ഹാനല്ലാഹ്, ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം വന്ന് അവിടെ പിന്നെ അള്ളാഹുവിന്റെ ഇഷ്ടം ഒരു ഭാഗത്ത്, പിന്നെ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളുണ്ടല്ലോ നമ്മൾ പരിഗണിക്കുന്നത് അല്ലെ, മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ, മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ, അതൊരു ഭാഗത്ത്. ഇത് രണ്ടും ഒരേ ലെവലിൽ നമ്മൾ മുമ്പിൽ നിൽക്കുമ്പോ അതിൽ നമ്മൾ ഏത് സെലക്ട് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് നമ്മളെ ഇഷ്ടം നമ്മളെ റബ്ബിനോടുള്ള ഇഷ്ടത്തിനെ അല്ലെ ഇതാക്കുന്നത്. പലപ്പോഴും മക്കളുടെ വിഷയത്തിലാണ് മാതാപിതാക്കള് തോറ്റുപോകാറുള്ളത് അല്ലെ. മക്കളുടെ ഇഷ്ടങ്ങൾക്ക് എന്താക്കും, അല്ലെ, മക്കളിപ്പോ അങ്ങനെ പറയുമ്പോ നമുക്കൊന്നും ചെയ്യാൻ കഴിയൂലോ എന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്ന ഒരു വല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് അങ്ങനെയല്ല, ഇങ്ങനെ എനിക്ക് അത് പറ്റൂല, അങ്ങനെ പറയാൻ കഴിയാത്ത ഒരു ജീവിത യാഥാർത്ഥ്യത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു നമ്മള് പറയുന്നത് നമ്മളെ മക്കൾക്ക് ഉൾക്കൊള്ളാനും നമ്മള് അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കാനും ആ ഇഷ്ടങ്ങൾ നമ്മുടെ മക്കളോട് പറയുമ്പോൾ അവര് അത് അംഗീകരിച്ച് നമ്മളെ കൂടെ നിൽക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. മക്കൾക്ക് അതിനുള്ള ഹൃദയവിശാലത നൽകി അനുഗ്രഹിക്കട്ടെ. പറയുന്ന അല്ലെ, നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു ഹൃദയവിശാലത നൽകി അനുഗ്രഹിക്കട്ടെ. കാരണം ആ ഒരു ഹൃദയവിശാലത ഉണ്ടെങ്കിലേ അള്ളാഹുവിന്റെ നൂറ് അതിൽ പ്രവേശിക്കുള്ളൂ, ഇല്ലെങ്കിൽ അങ്ങോട്ട് പ്രവേശിക്കൂല. നമ്മളെപ്പോഴും മക്കളുടെ മുമ്പിൽ ദുർബലരായി പോകുന്നത് നമുക്ക് അള്ളാഹുവിനേക്കാളും കൂടുതൽ ഇഷ്ടം അവരായതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തോറ്റു പോകുന്നതും.
നമ്മള് ഇഷ്ടം റബ്ബിൻ റബ്ബിനെ അതായത് ശരിക്കും നമ്മളെ ഈമാൻ പോലും പൂർത്തിയാകുന്നത് അപ്പോഴാണ് അല്ലെ. നമ്മുടെ ഈമാൻ പൂർത്തിയാകുന്നത് മറ്റെന്തിനേക്കാളും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹു അവന്റെ റസൂലും ആകുമ്പോഴാണ്. പക്ഷെ നമ്മൾ പറയുമ്പോ അങ്ങനെ പറയുന്നെങ്കിലും നമ്മുടെ പ്രവർത്തനങ്ങളിൽ അത് എത്തുന്നില്ല. അപ്പോ ഈ ഒരു ഇത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ അല്ലെ. ഇപ്പോ ഈ പറയുന്ന എനിക്കും ഇത് പറയാൻ വളരെ എളുപ്പമായിരിക്കും അല്ലെ, വാദിക്കാനും ഇങ്ങനെ ഇതാക്കാനല്ല. പക്ഷെ അത് പ്രയോഗവൽക്കരിക്കുക എന്നുള്ളത് ഒരിത്തിരി പ്രയാസമുള്ള കാര്യമാണ്. ശരിക്കും അതൊരു പരീക്ഷണം തന്നെയാണ്. നമുക്ക് അള്ളാഹു നൽകുന്ന ഒരു പരീക്ഷണം കൂടിയായിരിക്കും ചിലപ്പോ അത് അല്ലെ. അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ വരുമ്പോ ഇവൻ എന്ത് നിലപാട് സ്വീകരിക്കുന്നു, ഇവൾ ഏത് നിലപാട് സ്വീകരിക്കുന്നു, ആരുടെ ഇഷ്ടത്തിന് ഇവള് മുൻതൂക്കം കൊടുക്കുന്നു, അല്ലെ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായാണോ അവളുടെ പ്രവർത്തനങ്ങൾ പോകുന്നത് എന്ന് റഹ്മാനായ റബ്ബ് നമ്മള് പരീക്ഷിക്കുന്നതായിരിക്കും. അപ്പൊ ആ പരീക്ഷണത്തിൽ നമ്മൾ എന്താകാൻ പാടില്ല, നമ്മള് തോറ്റുപോകാൻ പാടില്ല. കാരണം അത് റബ്ബ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ, നിങ്ങളെ മക്കളും സമ്പത്തിലും നിങ്ങൾക്കുള്ള പരീക്ഷണാണ്, ഫിത്നയാണ്, ശത്രുക്കളാണ് അവര്, നിങ്ങളുടെ ശത്രുക്കളാണെന്ന് അള്ളാഹു വ്യക്തമായിട്ട് ഖുർആനിലെ ആയത്തിലൂടെ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പറഞ്ഞിട്ടില്ലേ, അതുപോലൊക്കെന്ന് പറഞ്ഞു നിങ്ങളെ ശത്രുവാണ് അവരൊക്കെ, ഇണകളും സന്താനങ്ങളൊക്കെ. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മൾ പലപ്പോഴും റബ്ബിന്റെ ഇഷ്ടങ്ങളെ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ ഇണകളെ, നമ്മുടെ മക്കളെ അല്ലെ ഇഷ്ടങ്ങൾക്കല്ലേ മുൻഗണന കൊടുക്കുന്നത് പലപ്പോഴും. ശരിക്കും അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താ പറയാ, ശിർക്ക് എന്ന് വരെ പറയാന്ന് പറയുന്നുണ്ട്. അത്രയും ഗൗരവപരമായ ഒരു കാര്യമാണത്. തൃപ്തി അല്ലെ, നമ്മള് ഈ ദുനിയാവില് ആരുടെ തൃപ്തി ആഗ്രഹിക്കേണ്ടത്? നമ്മുടെ ഓരോ സ്റ്റെപ്പിലും അള്ളാഹുവിന്റെ തൃപ്തി മാത്രമേ ആഗ്രഹിക്കാൻ പാടുള്ളൂ. മാത്രം എന്നുള്ളത് അടിവരയിട്ടിട്ട് പറയേണ്ട കാര്യമാണ്. അള്ളാഹുവിന്റെ തൃപ്തി മാത്രം. അതിലൂടെയാണ് നമുക്ക് എല്ലാരെയും തൃപ്തി കിട്ടാനും. പക്ഷെ നമ്മളെപ്പോഴും മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനും പ്രീതിപ്പെടുത്തുവാനാണ് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കി അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന നല്ല അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ നമ്മള് ഇപ്പം മക്കള്, ഇണകള് പറഞ്ഞ പോലെ തന്നെ സഹോദരങ്ങളെ വിഷയത്തിലും സ്വാർത്ഥരായ ആൾക്കാരുണ്ട്. അതുപോലെ ചിലര് പിന്നെ ഗുരുസ്ഥാനത്തുള്ള അല്ലെ ഉസ്താദുമാരെ അങ്ങനെ അങ്ങ് സ്നേഹിച്ചിട്ട് അവരെന്താണോ പറയുന്നത്, അവര് പറയുന്നത് സത്യമാണോ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് പോലും അന്വേഷിക്കാൻ മെനക്കെടാതെ അങ്ങനെ വിഴുങ്ങി പിന്നെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഇല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പം അവിടെ നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും, ഏത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്ന ആ ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ എത്തണം. നമ്മൾ അതൊന്ന് പരിഗണിക്കാനെങ്കിലും നമ്മളൊന്ന് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. കാരണം അതല്ലെങ്കിൽ നമുക്ക് അതിന്റെ അനന്തരഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കാരണം അങ്ങനെയുള്ള വിഷയങ്ങളിൽ അള്ളാഹുവിന്റെ പരീക്ഷണം വരുമ്പോഴാണ് മനുഷ്യന് പലപ്പോഴും എന്താകുന്നത്, തോറ്റുപോകുന്നത് അല്ലെങ്കിൽ പകച്ചു പോകുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മള് ഇപ്പൊ നമ്മള് എക്സാമ്പിൾ പറയുമ്പോ മക്കളെ നമ്മൾ വളർത്തി വലുതാക്കി അവര് അധ്വാനിച്ച് പിന്നെ ജോലി ചെയ്ത് നമുക്ക് അവർ കൊണ്ടുതരുന്ന ഒരു പ്രായത്തുമ്പോ നമ്മളെ മനസ്സിൽ വരാ, എന്റെ മോളുള്ളത് കൊണ്ട് അല്ലെങ്കിൽ എന്റെ മോനുള്ളത് കൊണ്ട് എനിക്ക് എല്ലാത്തിനും പിന്നെ ഒരു തണലായി, ഇനി എനിക്കൊരു ടെൻഷൻ അടിക്കണ്ട, അല്ലെ എന്റെ മോനുണ്ടല്ലോ എനിക്ക്. ഇങ്ങനെ നമ്മള് ഫുള്ള് നമ്മളെ മക്കളില് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം വരും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു പരീക്ഷിക്കൂലേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു പരീക്ഷിച്ചിട്ടില്ലേ? മകനോടുള്ള അമിതമായ വാത്സല്യ സ്നേഹം വന്നപ്പോഴേക്കും അള്ളാഹു അവിടെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയില്ലേ, ടെസ്റ്റ് ചെയ്ത് നോക്കി. ഈ ഇബ്രാഹിമിന് എന്നെയാണോ അതോ ഈ മകനിലെ ഒരുപാട് വർഷം കാത്തിരുന്ന് കിട്ടിയ ആ മകനെയാണോ കൂടുതൽ സ്നേഹം എന്ന് അള്ളാഹു പരീക്ഷിച്ചു. പക്ഷെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിലെല്ലാം
ഉന്നതമായ വിജയം നേടി. സുബ്ഹാനല്ലാഹ് അല്ലെ, ഓരോ സന്ദർഭത്തിലും ഉന്നതമായ വിജയം തന്നെ അദ്ദേഹം നേടിയെടുത്തു. സുബ്ഹാനല്ലാഹ്. അപ്പോ ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആയിക്കോട്ടെ, അതുപോലെ യാക്കൂബ് നബി അലൈഹി സ്വലാം അല്ലെ, മക്കളെ വിഷയത്തിൽ പരീക്ഷിക്കപ്പെട്ടത് അങ്ങനെ ഒരുപാടുണ്ട്. അപ്പം അവിടെയെല്ലാം പരീക്ഷിക്കപ്പെട്ടത് അള്ളാഹു താല പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം ഓരോരുത്തരും അവരുടേതായ വിജയം നേടിയെടുത്തിട്ടുമുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഓരോരുത്തരും ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ നമ്മളിലേക്കും വരാൻ സാധ്യതയുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. താങ്ങാനാവാത്ത പരീക്ഷണങ്ങളൊന്നും നൽകാതിരിക്കട്ടെ അള്ളാഹു. അതിൽ നിന്നെല്ലാം നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പൊതുവെ ഇങ്ങനെ പറയൂ, ഒരാള് ഏറെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ അയാൾ കഷ്ടപ്പെടുത്തും. സുബ്ഹാനല്ലാഹ്. അത് തട്ടി മാറ്റാനോ അത് മാറ്റം വരുത്താനോ ഒന്നും കഴിയൂല. കാരണം അത് അള്ളാഹുവിന്റെ വിധിയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളിപ്പോ ഇഷ്ടപ്പെടുന്നതും സ്നേഹിക്കുന്നതും എല്ലാം അള്ളാഹുവിനോ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഭയപ്പെടുന്നതും ആരെയായിരിക്കണം? അതും അള്ളാഹുവിനെ മാത്രമായിരിക്കണം, അല്ലെ? അല്ലാതെ വേറൊരാളെ നമ്മൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ മേൽ അള്ളാഹു തആല എന്താക്കും? ആ അങ്ങനെയുള്ള പരീക്ഷണങ്ങളും അവരെ തേടിയെത്തും. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതുകൊണ്ട് നമ്മള് അള്ളാഹു അല്ലാത്ത മറ്റൊന്നിനും ഒരു പ്രാമുഖ്യം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ അത് വരാൻ പാടില്ല. കാരണം എന്താ അറിയോ, നമ്മളിപ്പോ റബ്ബിനെ വെറുപ്പിച്ചിട്ട് വേറെ ആരെങ്കിലും തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചാല് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഉപയോഗിച്ചിട്ട് തന്നെ അവനോട് പ്രതിക്രിയ ചെയ്യുന്ന പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മള് ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിനാകണം. അത് നമ്മുടെ മനസ്സ് ശരിയാകാനുള്ള കാര്യ പറയുന്നത്, അല്ലെ? സ്നേഹം, അള്ളാഹുവിനോടുള്ള ഇഷ്ടം നമുക്ക് മറ്റുള്ള ഇഷ്ടങ്ങളെക്കാളെല്ലാം മേലെ ഏറ്റവും ടോപ്പായിട്ട് അത് ഉണ്ടാവണം. അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ പോരാ, അത് ഹൃദയം കൊണ്ട് തന്നെ നമ്മൾ അത് തെളിയിക്കണം. നമ്മുടെ ജീവിതം കൊണ്ട് നമുക്കത് തെളിയിക്കാൻ സാധിക്കണം ഇൻഷാ അല്ലാഹ്. പിന്നെ പറയുന്നത് എന്താന്ന് വെച്ചാല്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളോട് നമുക്ക് ആദരവുണ്ടാകണം എന്ന് പറയാം. അള്ളാഹുലെ നമ്മളോട് ചില കാര്യങ്ങൾ അള്ളാഹു തആല വിധിവിലക്കുകൾ എന്ന് പറയുന്നില്ലേ, ചിലത് നമ്മള് പിന്നെ വിധി കൽപ്പിക്കുന്നുണ്ട്, ചിലത് അള്ളാഹു തആല എന്താക്കുന്നുണ്ട്, നമ്മളോട് അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്, അല്ലെ? വിലക്കുന്നുണ്ട്. ചെയ്യണമെന്ന് പറയുന്നതുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതുകൊണ്ട്. അത് നമ്മൾ പൂർണ്ണമായും അനുസരണയോടുകൂടി അതിന്റെ കൂടെ നിൽക്കുമ്പോ അവിടെ അതെന്താണ്? അള്ളാഹുവിനോടുള്ള ആ ഒരു ആദരവാണ്, അല്ലെ? സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ നിയമങ്ങളും അള്ളാഹുവിന്റെ വിധിവിലക്കുകളും അംഗീകരിക്കാൻ തയ്യാറാകാത്ത ആൾക്കാരെ അള്ളാഹു തആല ആക്ഷേപിച്ചിട്ടുണ്ട്, അല്ലെ? എന്താ നിങ്ങൾ അള്ളാഹുവിന് ഒരു ഗാംഭീര്യം കൊടുക്കാത്തത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അള്ളാഹുവിന് ഭയപ്പെടേണ്ടടുത്ത് ഭയപ്പെടുക തന്നെ വേണം. സുബ്ഹാനല്ലാഹ്. ഇഷ്ടപ്പെടാൻ ആദ്യം പറഞ്ഞത് ഇഷ്ടാണ്, അല്ലെ? നമ്മുടെ ഇഷ്ടങ്ങളെ അള്ളാഹുവിന്റെ ഇഷ്ടങ്ങളിലേക്ക് എത്തുമ്പോ അള്ളാഹുവിന്റെ ഇഷ്ടമായിരിക്കണം നമുക്ക് മറ്റെല്ലാത്തിനേക്കാളും മികച്ചതായിട്ടുണ്ടാവേണ്ടത്. അതുപോലെ തന്നെ ഭയം എന്നുള്ള വിഷയത്തില് നമ്മള് ആരെയും ഭയപ്പെട്ടിട്ട് എന്താക്കണ്ട, ജീവിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല, അല്ലെ? സുബ്ഹാനല്ലാഹ്. എന്റെ ഹസ്ബൻഡ് ഇപ്പൊ അല്ല, കുറെ മുമ്പ് ഇങ്ങനെ ചോദിക്കാൻ എന്നോട്, പിന്നെ ഈ നമ്മളിപ്പം ഹിജാബിന്റെ വിഷയം ഉണ്ടല്ലോ, പർദ്ദയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. പിന്നെ അപ്പൊ എന്നോടേക്കും, ഞാനല്ലാത്ത വേറൊരാളാണ് നിന്റെ ഭർത്താവെങ്കിൽ നിന്റെ ജീവിതം എങ്ങനെയായിരിക്കും? ഇങ്ങനെ ആയിരിക്കൂലല്ല, അങ്ങനെ ആയിരിക്കൂലേ, അങ്ങനെ ആയിരിക്കൂലേ, ഇങ്ങനെ ആയിരിക്കൂലേ എന്നിട്ട് വെറുതെ ഇങ്ങനെ ഓരോന്ന് പറയുമല്ലോ. ഞാൻ അന്നേരം പറഞ്ഞു, ഞാനിപ്പോ പർദ്ദ ഇടുന്നത് നിങ്ങൾ എന്റെ ഭർത്താവായോണ്ടല്ല ഞാൻ പർദ്ദ ഇട്ടിട്ട് പോകുന്നത്. അൽഹംദുലില്ലാ, അള്ളാന്റെ തൗഫീഖ് കൊണ്ട് നമ്മള് എന്താ പറയാ, ഒരു ഇസ്ലാമികമായ ഒരു
ഫാമിലിയിൽ തന്നെ പിന്നെ ജീവിക്കാനുള്ള അവസരം തന്നിട്ടുണ്ട്. പക്ഷെ പറയാൻ പറ്റൂല അല്ലെ, നമുക്കിപ്പോ അള്ളാഹു ഓരോ കാരണങ്ങളായിട്ട് നമ്മളെ മുമ്പിൽ അള്ളാഹ് തന്നിട്ടുണ്ട്, അൽഹംദുലില്ലാ. അതുപോലെ ദീനിപരമായ വിദ്യാഭ്യാസം നേടാൻ വേണ്ടിയിട്ട് ഖുറാനും ഹദീസൊക്കെ പഠിക്കാനുള്ള അവസരം അള്ളാഹു താല തന്നിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പം ലൈഫ് സ്റ്റൈല് ചിലപ്പം നമുക്ക് പറയില്ല, നമ്മൾ കൂടുതലുള്ള ആൾക്കാരുടെ അനുസരിച്ചിട്ട് നമുക്ക് വ്യത്യാസം ഉണ്ടാകും. ശരി തന്നെയാന്ന് പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും ഞാൻ അവിടെ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് റബ്ബാന്നല്ലോ നമുക്ക് തീരുമാനിക്കുന്നത് അല്ലെ. റബ്ബിന്റെ തീരുമാനമാണ്. നമുക്ക് ഒരാളെ നമുക്ക് ഇണയായിട്ട് അള്ളാഹ് തന്നിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹിന്റെ തീരുമാനം തന്നെയാണ്. അപ്പോ അവിടെ നമ്മളെ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്ന് അള്ളാഹു തീരുമാനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഫോളോ ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഒരു തെറ്റ് ചെയ്യാതിരിക്കുന്നത് ആരെയും പേടിച്ചിട്ടല്ല അല്ലെ, നമ്മളെ റബ്ബിനെ പേടിച്ചിട്ട് നമുക്ക് ചെയ്യാതിരിക്കാൻ കഴിയണം. റബ്ബിന്റെ ഇഷ്ടം വിചാരിച്ചിട്ട് നമുക്ക് ചെയ്യാനും കഴിയണം. ആ രീതിയിലേക്ക് നമ്മൾ മാറണം. അല്ലാതെ നമ്മളെ ചുറ്റിലുള്ള ആരെങ്കിലും അല്ലെ, നമ്മളിങ്ങനെ ചെയ്താൽ അവർക്ക് നമ്മളോട് നല്ല ഇഷ്ടം ഉണ്ടാകും, നമ്മൾ അങ്ങനെ ചെയ്താൽ അവർക്ക് നമ്മളോട് വെറുപ്പുണ്ടാകും എന്ന് വിചാരിച്ചിട്ട് ചെയ്യുകയും ചെയ്യാതിരിക്കുകയും ചെയ്യാന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് തനിച്ച് ശിർക്ക് തന്നെയാണ്. കാരണം നമ്മൾ ആരെയാ തൃപ്തിപ്പെടുത്തുന്നത്, ആരെയാ ഭയപ്പെടുന്നത്? അള്ളാഹു അല്ലാത്തവരെ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ ഈ ഒരു വിഷയത്തില് ഷെയ്ഖുൽ ഇസ്ലാം അബു ഇസ്മായിൽ അൽ ഹറവി അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാല്, ദീനിലെ കൽപ്പനകളും വിരോധങ്ങളും വെറുപ്പുളവാക്കുന്ന ഇളവുകളുമായോ അതിരുവിട്ട തീവ്രതയുമായോ നേരിടേണ്ടതില്ല. അവയ്ക്ക് കീഴ്പ്പെടാതിരിക്കുവാനുള്ള വല്ല കാരണം കണ്ടെത്താനും നോക്കരുത്. അതായത് അള്ളാഹുവിനോടുള്ള കടപ്പാടുകളോടുള്ള ആദരവിന്റെ ആദ്യപടി അവന്റെ വിധിവിലക്കുകളെ ആദരിക്കുക എന്നതാണ്. അള്ളാഹുവിനോടുള്ള കടപ്പാടുകളോടുള്ള ആദരവിന്റെ ആദ്യപടി എന്നുള്ളത് അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ആദരിക്കുക എന്നതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു അല്ലെ നമുക്ക് എത്തിച്ചു തന്ന ആ എന്താ പറയാ വഹയിന്റെ അടിസ്ഥാനത്തിലുള്ള എല്ലാ കാര്യങ്ങളും അത് മനസ്സിലാക്കി ഒരു വിശ്വാസി റബ്ബിനെ എന്താക്കണം? മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. അപ്പോ നമ്മൾ എന്തായി അല്ലെ, നമ്മൾ അത് ഉൾക്കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമുക്ക് യഥാർത്ഥ മുസ്ലിം ആകാൻ സാധിക്കുള്ളൂ. ഒരു മുസ്ലിം അല്ലെ, ഒരു മുസ്ലിം നമ്മള് പറയുന്നുണ്ട്, നമ്മള് മുസ്ലിമാണ്, നമ്മള് മുസ്ലിങ്ങളാണ്. പക്ഷെ ആ മുസ്ലിം എന്നുള്ള വാക്കിന്റെ അർത്ഥം പോലും ശരിയായ രൂപത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത മുസ്ലിമായി പോയി നമ്മൾ ഓരോരുത്തർ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പം അള്ളാഹുവിന്റെ വിധികളെയും കൽപ്പനകളെയും നിയമങ്ങളെയും എല്ലാം ആദരിച്ച് പിൻപറ്റി അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെ ഒഴിവാക്കി അതിൽ നിന്ന് വിട്ടകന്ന് അതിനും നമ്മൾ കീഴ്പ്പെട്ട് അങ്ങനെ ജീവിക്കണം, നമുക്ക് കഴിയണം. അങ്ങനെ ആകുമ്പോഴാണ് നമ്മള് അള്ളാഹുവിനെ അല്ലെ, അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാനുള്ള രണ്ടാമത്തെ വഴി, നമ്മളെ മനസ്സ് അതിലേക്ക് തയ്യാറെടുപ്പ് നടക്കുന്നത്. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന അല്ലെ, നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് ചില സമയത്ത് അത് ശരിക്കും പൈശാചികമായ ഇടപെടലാണെന്ന് തോന്നിപ്പോകാറുണ്ട് അല്ലെ. നമ്മള് പലതും കൂടെയുള്ള ഇണകളെ ഭയപ്പെട്ടിട്ട് അങ്ങനെ ഒരു വല്ലാത്ത പേടിച്ചിട്ട് ജീവിക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ എല്ലാം അള്ളാഹു എളുപ്പം നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കണം എല്ലാവരും ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ട് ജീവിക്കാൻ, അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കാൻ, അള്ളാഹുവിന്റെ ഇഷ്ടങ്ങളും പിന്നെ അള്ളാഹുവിന്റെ തൃപ്തിയും ആഗ്രഹിച്ചിട്ട് ജീവിതം ചിട്ടപ്പെടുത്താൻ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്താവുന്നറിയോ, മുഅ്മിനാകുന്നതിന് പകരം മുനാഫിഖ് എന്നുള്ള ഒരു ഗണത്തിലേക്ക് പോകാനാണ് സാധ്യത. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. കാരണം നമ്മള് അല്ലെ പൂർണ്ണമായും ഈ പറഞ്ഞ രീതിയിൽ അള്ളാഹുവിനെ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അള്ളാഹുവിന്റെ മേലെ അല്ലെ അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾക്ക് നമ്മുടെ ഇഷ്ടങ്ങളെക്കാളും സ്ഥാനം കൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകൾ അത് പിന്നെ സന്തോഷത്തോടെ
ഉൾക്കൊണ്ട് അത് അംഗീകരിച്ച് ഇതെന്താ ഈ ഇസ്ലാമിലെ നിയമങ്ങളെല്ലാം ഒരു നിയമങ്ങളാണ് എന്ന രീതിയിൽ പിന്നെന്താ ചെയ്യാ, ഇതിപ്പോ നമ്മള് മുസ്ലിങ്ങളായിപ്പോയില്ലേ, നമുക്ക് ഇതിപ്പോ അംഗീകരിച്ചല്ലേ പറ്റൂ, നമ്മളിതിപ്പോ അനുസരിച്ചല്ലേ പറ്റൂ എന്നുള്ള രീതിയിലേക്ക് ആയിക്കൊണ്ട് ചെയ്യുന്ന ആവശ്യമല്ലാണ്ട് ഇതെല്ലാം ഇതെന്തും എന്നെ പടച്ച എന്റെ തീരുമാനങ്ങളാണെങ്കിൽ അതെനിക്ക് എല്ലാ നിലക്കും അത് ഹൈറായിരിക്കും എന്ന സന്തോഷത്തോടെ സംതൃപ്തിയോടെ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ പൂർണ്ണമായി നമുക്ക് ഉൾക്കൊള്ളാൻ തയ്യാറാകുമ്പോൾ അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ ചില ആൾക്കാര് എല്ലാ മതപരമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. അവിടെ അവന്റെ മനസ്സിലുള്ള നിയത്ത് എന്താണെന്ന് കാണുന്ന ആൾക്കാർക്ക് പറയാൻ കഴിയൂല, അല്ലെ? റബ്ബിന് മാത്രമേ അറിയാൻ കഴിയൂ. വിചാരിക്കൂ അല്ലെങ്കിൽ ഞാനത് അങ്ങനെ ചെയ്യാണ്ട് ഇങ്ങനെ ചെയ്താൽ എന്റെ സ്ഥാനം, അവിടുത്തെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകൂലേ? ഇങ്ങനെ ഒക്കെ വിചാരിച്ചിട്ട് എല്ലാ മതപരമായ എല്ലാ കാര്യങ്ങളും ചുറ്റുവട്ടങ്ങളും ഒക്കെ പാലിച്ച് ജീവിക്കുന്ന ആളുണ്ടാവും. സുബ്ഹാനല്ലാഹ്. അവിടെ അയാൾ ചെയ്യുന്ന ഒന്നും അല്ലാഹുവിനെ കണ്ടില്ല സ്വീകരിക്കപ്പെടുകയില്ല. മാത്രല്ല അവിടെ അള്ളാഹു അയാളെ ഇഷ്ടപ്പെടുകയുമില്ല. കാരണം അയാൾ ആഗ്രഹിക്കുന്നത് എന്താണ്? അള്ളാഹുവിന്റെ ആ ഒരു തൃപ്തിയോ അള്ളാഹുവിന്റെ ലഭിക്കുന്ന ആദരവോ സ്ഥാനമാനങ്ങളൊന്നുമല്ല. ദുനിയാവിന്റെ പേരും പ്രശസ്തിയും ആളുകൾ പറയുന്ന നല്ല വാക്കും ഇതൊക്കെ മാത്രം ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ചിലപ്പോ കിട്ടും. പക്ഷെ കിട്ടേണ്ടതായ ആ ഒരു ഇഷ്ടം, അതായത് അള്ളാഹുവിന്റെ ഇഷ്ടം, അതിലേക്ക് എത്താൻ സാധിക്കൂല. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പം നമ്മുടെ മതപരമായ വിഷയത്തില് നമുക്ക് എത്രത്തോളം അള്ളാഹുവിന്റെ വിധിവിലക്കുകളിൽ എത്രത്തോളം നമ്മൾ ആദരവ് കാണിക്കുന്നുണ്ട് എന്നുള്ളതിനുള്ള ചില അടയാളങ്ങൾ പറയുന്നുണ്ട്. ആ അടയാളങ്ങൾ നമ്മളിൽ ഉണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പനകൾക്കും വിധിവിലക്കുകൾക്കും ആദരവ് നൽകുന്ന ആളുകളാണെന്നുള്ള ഗണത്തിൽ നമുക്ക് പെടാം. അപ്പൊ നമുക്ക് നോക്കാം എന്തെല്ലാന്ന്. ഇപ്പം അള്ളാഹുവിന്റെ കൽപ്പന എന്ന് പറയുമ്പോൾ നമുക്ക് ഇതെടുക്കാം, നിസ്കാരം എടുക്കാം. നമുക്ക് എപ്പോഴും എല്ലാ ദിവസവും ഒരു ദിവസത്തിൽ തന്നെ നിർബന്ധമായിട്ട് 5 നേരം നമ്മൾ നിർവഹിക്കേണ്ട, അള്ളാഹുവിന് കൊടുക്കേണ്ട ഒരു ഇബാദത്താണല്ലോ, അല്ലെ? അത് അള്ളാഹുവിന്റെ ഒരു കൽപ്പനയാണ്, അല്ലെ? ആ കൽപ്പന നമ്മൾ അതിന്റെ സമയം, അതിന്റെ മറ്റുള്ള അതിന്റെ അടിസ്ഥാനപരമായ എല്ലാ കാര്യങ്ങളും, റുക്കുനുകള്, വാജിബാത്തുകള്, അങ്ങനെ എല്ലാം കറക്റ്റ് നോക്കി അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് ഉത്സാഹത്തോടെ നല്ല ആവേശത്തോടെ നിർവഹിക്കാൻ നമ്മൾ തയ്യാറാകുന്നവരാണോ? ഒന്നും കൂടി പറയേ, ചിന്തിക്കാനാണ്. ഓരോരുത്തരും ചിന്തിക്കണേ, സ്വന്തത്തോട് തന്നെ ചിന്തിക്കാം. നിസ്കാരത്തിന്റെ വിഷയത്തില് ഇപ്പൊ നമ്മൾ അൽഹംദുലില്ലാഹ് റഹ്മാനായ റബ്ബിന്റെ അത്യുദാരത കൊണ്ട് നമുക്ക് ദിവസേനയുള്ള ഓർമ്മപ്പെടുത്തലുകളിലൂടെയും ക്ലാസ്സുകളിലൂടെയും ഇതിന്റെ പ്രാധാന്യവും മഹത്വം ഒക്കെ നമ്മൾ അറിയുന്നത് കൊണ്ട് നമുക്ക് നിസ്കാരം വൈകിപ്പിക്കാൻ നമുക്ക് ഇഷ്ടമല്ല, അല്ലെ? നിസ്കാരം അതിന്റെ സമയത്ത് വേഗം നിർവഹിക്കണമെന്നുള്ള ആ ഒരു ആവേശത്തോടെ തന്നെ ചെയ്യുന്നവരായിരിക്കാം ഈ ഭൂരിപക്ഷം ക്ലാസ് കേൾക്കുന്നവരും എന്ന് തന്നെ ഒരു ഉറച്ച വിശ്വാസം എന്തോ ഹൃദയത്തിൽ എവിടെയോ ഉണ്ട്. അള്ളാഹു അങ്ങനെ തന്നെ ആക്കട്ടെ. എല്ലാവർക്കും അതിന്റെ പ്രാധാന്യം മഹത്വം ഉൾക്കൊണ്ട് തന്നെ കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതായത് ഇതിപ്പം ചെയ്തിട്ടില്ലെങ്കിൽ ഞാന് പിറകിലായി പോകുമല്ലോ, എല്ലാരും മുന്നിൽ പോകില്ലെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് ആ ഇഷ്ടം കൊണ്ട് ഇഷ്ടത്തോടെ വേഗം ബാങ്ക് കൊടുക്കുമ്പോ വേഗം ഒന്ന് കൊടുത്ത് വേഗം റെഡിയായി വേഗം സുന്നത്തൊക്കെ നിസ്കരിച്ച് അങ്ങനെ അതിന്റെ എല്ലാ നല്ല റാഹത്തിൽ വുളൂ ചെയ്ത്
നിസ്കാരത്തിന്റെ കാര്യം മാത്രം ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നു. ഇങ്ങനെ ഓരോ നമുക്ക് നമ്മളെ റബ്ബ് നമ്മളെ മേല് നിയമമാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അല്ലെ, ഒരുപാട് വിധിവിലക്കുകളുണ്ട്. അതിൽ നിസ്കാരത്തിന്റെ മാത്രം കാര്യം പറയാ, അത് മാത്രം തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മളെ സ്വയം ഒന്ന് പരിശോധിക്കാം. ഇപ്പൊ പരിശുദ്ധ റമളാൻ കഴിഞ്ഞിട്ട് എത്രയായി അല്ലെ? റമളാൻ കഴിഞ്ഞ്, ഷവ്വാൽ കഴിഞ്ഞ്, ദുൽഖാദ് കഴിഞ്ഞ്, ദുൽഹജ്ജ് കഴിഞ്ഞ്, മുഹറം കഴിഞ്ഞ് നമ്മൾ സഫറിലെത്തി. ആ റമളാന് നമ്മളിൽ നിന്നൊക്കെ കൊഴിഞ്ഞു പോയോ? ആ റമളാനിന്റെ ആ ഒരു ചൈതന്യം, ആ നൂറ്, ആ ഒരു ബർക്കത്ത്, അതെല്ലാം വിട്ടുപോയ എല്ലാവരുടെ അടുത്തുനിന്നും. ഖുർആനിന്റെ പാരായണൊക്കെ ഒരു എന്താ പറയാ ചടങ്ങ് പോലെ എപ്പോഴെങ്കിലും നമ്മളെപ്പോഴും ചെയ്യുന്നത് മഗ്‌രിബിന് ശേഷം സൂറത്തുൽ മുൽക്ക് അല്ലെ, അങ്ങനെ ഒതുങ്ങിയോ? പിന്നെ ഖുർആൻ പഠിക്കുന്ന ഗ്രൂപ്പുകളിലുള്ള മാഷാ അല്ലാഹ് പഠിതാക്കളൊക്കെ അതിന്റെ റിവിഷന്റെ ഭാഗമായിട്ട് ഡെയിലി റിവിഷൻ അല്ലെ, ഡെയിലി ജുസ് ലെസൺ, ഓൾഡ് ലെസൺ അങ്ങനൊക്കെ ഓതുന്നുണ്ടാവും അല്ലെ, മാഷാ അല്ലാഹ്. അതും ഒരു ഇബാദത്ത് തന്നെയാണ്. അത് നമ്മൾ ഓതുമ്പോൾ നമ്മളെ മനസ്സിൽ റബ്ബിന്റെ തൃപ്തിയും പ്രീതിയും ആഗ്രഹിച്ച് ചെയ്താൽ മതി. നമ്മൾ പഠിക്കാനും പഠിച്ചത് മറന്നു പോകാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണല്ലോ റിവിഷൻ ഓരോ ഗ്രൂപ്പിലൊക്കെ ചേർന്ന് ചെയ്യുന്നത്. അതെല്ലാം ഇബാദത്തിന്റെ ഭാഗം തന്നെയാണ് കേട്ടാ. നമ്മളെ നിയത്ത് നല്ലതാണെങ്കിൽ, നല്ല നിയത്തോടു കൂടി ചെയ്താണ് അതെല്ലാം നമുക്ക് പ്രതിഫലം കിട്ടുന്ന കാര്യം തന്നെയാണ്. അതിലൊന്നും ഒരു നഷ്ടവും. എന്നാലും ഞാൻ പറയാ, അതൊക്കെ ഒരു ഭാഗത്തുണ്ടെങ്കിലും ഒരു പ്രത്യേകമായിട്ട് ഖുർആൻ ഖതം ഓതുന്ന ആ ഒരു പതിവ് എല്ലാരും നിർത്തിപ്പോയോ? അതല്ല ഇപ്പോഴും ആ ഒരു പതിവ് തുടർന്ന് കൊണ്ടുപോകുന്നുണ്ടോ? അള്ളാഹു നിലനിർത്തി തരട്ടെ എല്ലാവർക്കും. ഒരു ഒരു മാസം കൊണ്ട് ഒരു ജ്യൂസ് ഒരു ഖത്തം 2 ഖത്തമോ 3 ഖത്തമൊക്കെ ഓതി പൂർത്തിയാക്കിയവരാണ് ഈ കൂട്ടത്തിൽ ഒരുപാട് പേര്. അപ്പോൾ അങ്ങനെയുള്ളവർ ഒരു 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഖത്തം പൂർത്തിയാക്കാൻ ഒരു ലക്ഷ്യം നമ്മൾ ഇടണം. നമ്മളൊരു ലക്ഷ്യമായി കണ്ടിട്ട് അത് ചെയ്യാൻ എല്ലാരും പരിശ്രമിക്കണം. പരിശുദ്ധ റമളാൻ നമ്മള് നേടിയിട്ടുണ്ടോ, അല്ല പരിശുദ്ധ റമളാൻ നഷ്ടപ്പെടുത്തിയവരാണോ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. ഖുർആനിന്റെ പാരായണം എന്തായാലും അത് നമുക്ക് അത്യാവശ്യമുള്ള കാര്യമാണെന്ന് കണ്ടിട്ട് തന്നെ നമ്മൾ കൂടെ നിർത്തുക. അതിനെ വിട്ട് കളയരുതേ. പ്രത്യേകം അതിന്റെ ഇടയിലൊന്ന് ഓർമ്മിപ്പിച്ചതാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ ഇഷ്ടവും പിന്നെ തൃപ്തിയുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് അല്ലെ. അപ്പൊ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒന്നും കൂടി തിരിച്ചു വരാം. നമ്മള് എല്ലാരും ചെയ്യുന്ന കാര്യമാണ് നിസ്കാരം. അത് അള്ളാഹു മതത്തിൽ ഏർപ്പെടുത്തിയ കൽപ്പനകളോട് നമുക്ക് ആദരവുണ്ടോ എന്നുള്ള അതിന്റെ ചില അടയാളങ്ങളിൽ ഒന്നാമത്തതാന്ന് പറഞ്ഞത് എന്ത്? ഈ പറഞ്ഞ നിസ്കാരം, അല്ലെങ്കിൽ നമുക്ക് അള്ളാഹു നിശ്ചയിച്ച ഒരു ഇബാദത്ത്, അത് അതിന്റെ സമയം, അതിന്റെ പരിധി, അതിന്റെ അടിസ്ഥാനപരമായ എന്തെല്ലാം കാര്യങ്ങളാണ്, അതെല്ലാം പൂർണ്ണതയോടുകൂടി തന്നെ ഏറ്റവും ബെസ്റ്റായിട്ട് ഏറ്റവും നന്നാക്കിയിട്ട് ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും ഇഷ്ടത്തോടെ, ഉത്സാഹത്തോടെ, ആവേശത്തോടെ, സന്തോഷത്തോടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുന്നവരാണോ? ശരിക്കും നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. നാളെ റബ്ബിന്റെ അടുത്ത് നമുക്ക് വലിയ ആദരവ് തന്നെ ലഭിക്കും ആ കാര്യത്തിൽ, തീർച്ചയായിട്ടും. എത്ര ആൾക്കാർ അതിലിപ്പോഴും വീഴ്ച വരുത്തുന്നുണ്ട് നിസ്കാരം വൈകിപ്പിക്കുന്ന കാര്യത്തിൽ, ഇല്ലേ? വൈകിപ്പിക്കുന്നില്ലേ? ബാങ്ക് കൊടുത്തപാട് നിസ്കരിക്കണോ എന്നുള്ള ചിന്ത ഉണ്ടാ? മഗ്‌രിബ് വേഗം നിസ്കരിക്കൂലേ? ഇശാവോ? ഇശ ഇത്തിരി വൈകിപ്പിച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ലൊഹർ, അസർ, മഗ്‌രിബ്, സുബഹിയൊക്കെ അതിന്റെ സമയത്ത് തന്നെ നിർവഹിക്കണേ സഹോദരിമാരെ. കളാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു നിസ്സാരതയോടുകൂടി പറയരുത് എനിക്ക് സുബഹി നഷ്ടപ്പെട്ടു പോകുന്ന അധികവും. എന്താ ചെയ്യാ, ഞാനിങ്ങനെ വിചാരിക്കുന്നില്ല, ഉറങ്ങണമെന്ന് വിചാരിച്ചിട്ടല്ല, പക്ഷെ ഉറങ്ങിപ്പോകുന്നു. ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ചില ആൾക്കാർ വന്ന് പറയുമ്പോ റഹ്മാനായ റബ്ബേ എങ്ങനെ പറയാൻ കഴിയുന്നില്ലേ? അള്ളാഹു അക്ബർ. അതിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ, മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് ഒരിക്കലും കളാക്കാൻ ഒരു തരത്തിലും നമുക്ക് അവകാശം ഇല്ല. അപ്പൊ ആ വിഷയത്തിൽ നമ്മൾ സൂക്ഷ്മത പാലിക്കുക. അപ്പൊ അതിന്റെ സമയത്ത് ഉത്സാഹത്തോടെ ഇഷ്ടത്തോടെ ചെയ്യുക. അതുപോലെ ഇപ്പൊ അള്ളാഹുവിന്റെ കൽപ്പനകളോടുള്ള ആദരവിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് ഈ പറഞ്ഞ രീതിയിലുള്ള
എന്തെങ്കിലും ഒരു വിവാദത്ത് നമുക്ക് എന്തെങ്കിലും കാരണത്തിൽ നഷ്ടപ്പെട്ടു പോയാൽ അങ്ങേയറ്റം പ്രയാസം ഉണ്ടെങ്കിൽ, അതിന്റെ പേരിൽ നമുക്ക് ദുഃഖമുണ്ടെങ്കിൽ, ഇപ്പോ പിന്നെ തഹജ്ജുദ് അല്ലെ, എപ്പോഴും നിസ്കരിക്കുന്ന ആള് ഉറങ്ങിപ്പോയി, നഷ്ടപ്പെട്ടു പോയി, അപ്പോ അവര് അത് ഓർത്തിട്ട് നല്ല മനപ്രയാസം ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥിരമായിട്ട് ഖുർആൻ ഓതുന്ന ആൾക്ക് എന്തെങ്കിലും കാരണത്തിൽ ആ സമയത്ത് ഓതാൻ പറ്റാതായി, അല്ലെങ്കിൽ പിന്നെ ഇപ്പം ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി, അപ്പൊ സങ്കടപ്പെടുന്ന ആ ഒരവസ്ഥ ഉണ്ടോ? അള്ളാഹു സ്വീകരിക്കട്ടെ അല്ലെ, അമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ആ ഒരു വിഷയത്തിൽ നമ്മൾ സൂക്ഷ്മത കൊണ്ടുവരണം. അതുപോലെ തന്നെ ഇപ്പം നമ്മളിത് ക്ലാസ് കേൾക്കുന്നവർ സ്ത്രീകളാണല്ലോ. സ്ത്രീകൾ പിന്നെ നിങ്ങളെ കാര്യം മാത്രം നോക്കി നടന്നാൽ പോരാട്ടോ. നമ്മളില്ലേ, നമ്മുടെ വീട്ടിലുള്ള ആൺകുട്ടികളെയും പുരുഷന്മാരെയും ഇത്തിരി ശ്രദ്ധ അവരുടെ കാര്യത്തിൽ നമ്മൾ കൊടുക്കണം. ഒരു ഉദാഹരണം, ചെറിയൊരു ഉദാഹരണം പറയാം, അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ്. അതായത് ഈ നിസ്കാരത്തിന്റെ വിഷയത്തിൽ തന്നെ സ്ത്രീകൾക്ക് ഇപ്പോ പിന്നെ പള്ളിയിൽ പോയിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കൽ നിർബന്ധമില്ല കാര്യമില്ല അല്ലെ, സ്ത്രീകൾക്ക് വീട്ടിൽ നിസ്കരിച്ചാൽ മതി. പക്ഷെ പുരുഷന്മാർക്ക് എന്താന്ന് വെച്ചാല് പള്ളിയിൽ പോയിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കൽ നിർബന്ധമാണ്, അവരുടെ മേലെ അത് നിർബന്ധമാണ്. പക്ഷെ ഞാനിപ്പം പലപ്പോഴും കണ്ടുവരുന്ന എനിക്കൊരു മനപ്രയാസം ഉണ്ടാക്കിയ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ എന്റെ ഭർത്താവിന്റെ ഉപ്പ വീണ് കിടക്കാന്നല്ലോ, അപ്പം ഇങ്ങനെ ഗസ്റ്റ് എല്ലാം വരുമല്ലോ, അതിഥികൾ വരുമല്ലോ, ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുമല്ലോ. അപ്പം സ്ത്രീകള് ഇപ്പൊ അവരെ പണിയും സമയമെല്ലാം ഒരുങ്ങിയിട്ട് സാഹചര്യം നോക്കിയിട്ടായിരിക്കും ഇറങ്ങുക. അപ്പൊ അവരെ കൂടെ കൊണ്ടാക്കാന്, അവരെ കൂടെ വരുന്ന ഡ്രൈവറായിട്ട് വരുന്ന അവരുടെ ഭർത്താവോ അല്ലെങ്കിൽ ആങ്ങളമാരോ ഉപ്പയോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ. ശരിക്കും വീട്ടിൽ വരുമ്പോ മക്കളെ ചോദിക്കൂ, ആൺകുട്ടികളെ ചോദിക്കൂ, അന്നേരം അവര് പള്ളിയിൽ പോയിട്ടുണ്ടാവും ജമാഅത്തിന്. അപ്പൊ ഞാനിങ്ങനെ എനിക്കൊരു സങ്കടം തോന്നും, പഠിച്ചോനെ, നമ്മള് മുസ്ലിംസ് അല്ലേ എല്ലാരും, എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു പള്ളിയിൽ പോകണമെന്നുള്ള ആ ഒരു സമയത്ത് ജമാഅത്ത് പള്ളിയിൽ നടക്കുന്ന സമയത്ത് തൊട്ടടുത്ത് പള്ളി ഇല്ലേ, പള്ളി എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ പള്ളികൾ അവിടെ ഇവിടെ ഒക്കെ കിടക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു പ്രവണത ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പ്രത്യേകം പറയുന്നത്. നിങ്ങൾ ഭർത്താവിനെയോ ആൺകുട്ടികളെയോ എവിടെയെങ്കിലും കൂട്ടിയിട്ട് പോകുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ മഗ്രിബ് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇഷ ജമാഅത്ത് നടക്കുന്ന സ്ഥലത്ത്, ഇപ്പൊ അടുത്തടുത്ത യാത്രകളാണ്, വലിയ ദൂരയാത്രക്കൊക്കെ നമുക്ക് ജമ്മു കസറാക്കാനുള്ള ഇളവുള്ളത് വന്നിട്ടുണ്ട്. അങ്ങനെ അല്ലാത്തത് ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ പള്ളിയിൽ ഇപ്പൊ സ്ത്രീകൾക്ക് സൗകര്യമുണ്ട്, നിസ്കരിക്കാൻ സൗകര്യമുള്ള പള്ളികളാണ് കൂടുതലുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇഷാ ജമാഅത്ത് അവരെ നഷ്ടപ്പെടുത്താതെ അവരെ പള്ളിയിലേക്ക് എത്തുന്ന രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്യണം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇഷ എവിടെ നിന്ന് നിസ്കരിക്കും തീരുമാനിക്കണം ആദ്യം തന്നെ, അല്ലെ, ഇന്ന സ്ഥലത്ത് ഇന്ന പള്ളിയിൽ കയറാന്നാല് അവിടെ സ്ത്രീകൾക്കും കൂടി സൗകര്യം, അപ്പൊ നമുക്ക് എല്ലാവർക്കും ജമാഅത്ത് അവിടെ നിസ്കരിക്കാലോ, അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കണം. ഇനി നിങ്ങൾ ളുഹറിനെ കുറച്ച് മുമ്പാ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വിചാരിക്കും, ആണുങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ ളുഹർ എവിടുന്ന് നിസ്കരിക്കും അത് ആദ്യം വീട്ടിൽ നിന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ട് ഇറങ്ങണം. എന്നിട്ട് ഒരു പള്ളി തീരുമാനിച്ച് ആ പള്ളിയിലേക്ക് ആ സമയത്ത് ഓരോ പള്ളിയിൽ ചിലപ്പോൾ നിസ്കാരത്തിന്റെ ടൈമിംഗ് ഉണ്ട്. അപ്പൊ ഇപ്പം എല്ലായ്പ്പോഴും ഒരേ ടൈം നിസ്കാരമുള്ള പള്ളികളൊക്കെ ഉണ്ട്. അങ്ങനൊക്കെ നമ്മൾ അറിവിൽ ഉണ്ടാകണം. എന്ന് വെച്ചാൽ ആണുങ്ങളൊക്കെ പള്ളിയിൽ തന്നെ പോയി നിസ്കരിക്കണം എന്ന് നിർബന്ധാന്നാ പറയും. അത് നമുക്ക് പലപ്പോഴും അതിന്റെ ഗൗരവം ഇപ്പോഴും പിന്നെ ആ ഒരു അറിവ് എത്താത്ത ആൾക്കാരുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇത് കേൾക്കുമ്പോ നിങ്ങൾ ഈ ഒരു കാര്യം നമ്മളെ ആൺകുട്ടികളുണ്ടെങ്കിൽ അവരെ, അതുപോലെ ആങ്ങളമാരെ, പിന്നെ ഭർത്താക്കന്മാരെ എല്ലാവരും ഈ വിഷയം അറിയിച്ചു കൊടുക്കണം, അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, അള്ളാഹുവിന്റെ ഒരു തീരുമാനം, നിയമം, ആ ഒരു തീരുമാനം അത് നമ്മൾക്ക് എന്താണ്, അത് അംഗീകരിക്കാന്നുള്ളത് അത് അള്ളാഹിനോടുള്ള ആദരവിന്റെ ഒരു ഭാഗമാണ്, അല്ലെ. ആ ഒരു ഇത് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ പിന്നെ ആ ഒരു പിന്നെ വിഷയത്തിൽ ശരിക്കും നമ്മൾ മാത്രം നിസ്കരിച്ച് സമയത്തിന് നിസ്കരിച്ച് നല്ല കുട്ടിയായാൽ മതിയാ. ഇപ്പൊ ലേഡീസ് ഇപ്പൊ എവിടെയെങ്കിലും എത്തിക്കാൻ അവരുണ്ടാവും വേഗം നിസ്കരിക്കുകയും ചെയ്യുന്നത്. എന്നിട്ട് അവരുടെ കൂടെ വന്ന ആണുങ്ങളുണ്ടാവും അവിടെ പുറത്തിരിക്കുന്നത്. എന്നാ ഒന്ന് പള്ളിയിൽ പോയിട്ട് വാന്ന് പറയും ചെയ്യില്ല, നമുക്കൊന്ന് പറയാനും കഴിയില്ല. ഞങ്ങൾക്ക് പറയാൻ കഴിയുന്ന ആളോട് ഞാൻ ചില ആൾക്കാരോട് ഞാൻ പറയുന്നത്, പള്ളിയുടെ അടുത്താണ്, വേഗം പോയിട്ട് നിസ്കരിച്ചിട്ട് വന്നോ. എന്താ ചിലപ്പോ അവർക്ക് അറിയാത്തുണ്ടെങ്കിലോ,
അതിനെ പറ്റിയിട്ട് അറിയാത്തതുകൊണ്ടാണെങ്കിലോ പറയാൻ കഴിയില്ല. അറിവില്ലായ്മ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതലും കാരണം അറിവില്ലായ്മയാണ്. പക്ഷെ ശരിക്കും ആ പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കുമ്പോ 27 ഇരട്ടി പ്രതിഫലം കിട്ടുന്നില്ലേ? എത്ര നഷ്ടമില്ല, അത് പോവാണ്ടിരിക്കുമ്പോ നഷ്ടമില്ല. അപ്പൊ നമ്മള് മക്കളെയോ ആൺകുട്ടികളാകൂല ഈ പറഞ്ഞ രീതിയിൽ ഭർത്താക്കന്മാരൊക്കെ നമ്മൾ പറഞ്ഞയക്കല് നമ്മളെ മേല് ബാധ്യതയാണത്, നമ്മളെ മേലൊരു ഉത്തരവാദിത്തമാണ്. അത് നല്ല നിലയിൽ പറഞ്ഞയക്കാം, ദേഷ്യത്തോടെ, അല്ലെങ്കിൽ നമ്മളൊരു ഷൗട്ട് ചെയ്യുന്ന പോലെ നമ്മൾ വലിയ നല്ല ആളും അവര് മോശക്കാരെന്നുള്ള രീതിയിലൊന്നും പറയാൻ പാടില്ലേ. അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നല്ല ഹിക്മത്തോടെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക. ആ ഒരു സിസ്റ്റം ഉണ്ടാകണം. ഓരോ സമയത്തും ഓരോ വക്തിയിലും പള്ളിയിൽ പോകാന്നുള്ളത് അവരെ ജീവിതത്തിന്റെ ഭാഗമാക്കി നമ്മൾ മാറ്റി കൊടുക്കണം. ആ രീതിയിലേക്ക് നമ്മൾ ആകണം. നമ്മളും നമ്മുടെ കുടുംബവും അല്ലെ, ഓ അംഫുസക്കും അഹ്ലീക്കും നാറാന്നാ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളും നിങ്ങളെ കുടുംബത്തിനെയും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കോ. അപ്പൊ പുരുഷന്മാര് പള്ളിയിൽ ജമാഅത്തായിട്ട് നിസ്കാരം നിർവഹിക്കുക എന്നുള്ളത് അള്ളാഹുവിനോടുള്ള ആദരവിന്റെ ഭാഗമാണ്. അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാനുള്ള ഒരു കാര്യമാണ്. സ്ത്രീകള് ഈ വിഷയത്തിൽ നമ്മള് മുൻകൈ എടുക്കണം. ഈ പറഞ്ഞ ഈ യാത്രകൾ എവിടെയെങ്കിലും പോവുകയും വരികയും ചെയ്യുമ്പോൾ നമ്മൾ ഈ കാര്യം എന്തായാലും ഇതൊരു ചർച്ചാ വിഷയം ആകണം. നമ്മുടെ നിസ്കാരം, കാരണം 5 നേരത്തെ നിസ്കാരം എന്ന് പറയുന്നത് അല്ലെ, അത് നമ്മളെ മേൽ നിർബന്ധമാണ്. പുരുഷന്മാർക്ക് പള്ളിയിൽ പോകാന്നുള്ളത് നിർബന്ധം. അപ്പൊ അതുകൊണ്ട് യാത്രകൾ, ചെറിയ ചെറിയ യാത്രകൾ, ദൂരെ യാത്രയാകുമ്പോൾ ജമ്മം കസറാക്കുക, അതിന് ഇളവുണ്ട്. അതിലും നിങ്ങളെ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ജമാക്കിയോ ജമ്മം കസറാക്കിയിട്ടുണ്ടോ, നിസ്കരിച്ചിട്ടുണ്ടോ, ഒന്നിച്ച് ജമാഅത്തായിട്ടുണ്ടോ, അത് നിർവഹിക്കാനൊക്കെ പരമാവധി പരിശ്രമിക്കാം. അങ്ങനത്തെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. എവിടെ പോകുന്നുണ്ട്, ഒരു കല്യാണം ആയിക്കോട്ടെ, എന്ത് പാർട്ടി ആയിക്കോട്ടെ, എന്തിനായാലും അത് നമ്മളെ അജണ്ടയിൽ ഉണ്ടാകണം. നമ്മുടെ ജീവിതം ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ശ്രദ്ധ വെറും നമ്മളില്ലേ, ഇപ്പൊ ഒരു അസുഖം വന്നിട്ട് ഒരു ഹോസ്പിറ്റലായ ഒരാളെ കാണാൻ പോകുന്നതായിരിക്കും. എന്നിട്ട് രോഗിനെ സന്ദർശിക്കാൻ ഒരു ഭയങ്കര പ്രതിഫലമുള്ള കാര്യമാണ്. എന്നിട്ട് പിന്നെ നമ്മള് പറഞ്ഞത് ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെട്ടാലോ, അത് അതിനെക്കാട്ടി വലിയ നഷ്ടമല്ലേ? പക്ഷെ അത് ആർക്കാരും അത് ഉൾക്കൊള്ളുന്നില്ല, മനസ്സിലാക്കുന്നില്ല. നിസ്കരിക്കലുണ്ട്, നിസ്കരിക്കൂ, അത് പിന്നെ സമാധാനത്തിന് പയ്യെ വീട്ടിൽ വന്നിട്ട് അങ്ങനെയൊക്കെ നിസ്കരിക്കുന്ന ഒരു സാഹചര്യം പറ്റൂല. അത് നമ്മൾ മാറണം, മാറ്റം വരണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പോ നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ട്, അതായത് നിസ്കാരം പോലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ല അതിന്റെ സമയത്ത് ഏറ്റവും ആദ്യം കിട്ടാണ്ടിരിക്കുമ്പോ നമുക്ക് നഷ്ടക്കച്ചവടമാണ് അല്ലേ? നിസ്കാരം എന്ന് പറയുന്നത് ലാഭകരമായ കച്ചവടമാണ്. അതില് ആദ്യം പോകുമ്പോൾ നമുക്ക് അതിന്റെ ഏറ്റവും ബെസ്റ്റ് കിട്ടും. അതിങ്ങനെ ലേറ്റ് ആയി പോകുമ്പോ പ്രതിഫലം കുറഞ്ഞു പോകും. അപ്പോ നമുക്ക് മിന്നൽ വേഗത്തില് സിറാത്ത് കടന്നു പോകണ്ടേ? ആ മഹ്ശറാ മരുഭൂമിയിൽ, മരുഭൂമിയാന്ന് അറിയില്ല, സോറി, മഹ്ശറാ ലോകത്ത് നമ്മളിങ്ങനെ നിൽക്കുമ്പോ, വിചാരണ കാത്തിരിക്കുമ്പോ നമുക്ക് ഏറ്റവും ആദ്യം വിളിക്കണം നമ്മൾ ആഗ്രഹിക്കൂലേ? നമുക്ക് ഏറ്റവും വേഗം അള്ളാഹ് അത്രയും കാത്തിരുന്ന ആ സ്വർഗം പെട്ടെന്ന് കിട്ടണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാ? എന്നെങ്കിൽ ഈ പറഞ്ഞ നിസ്കാരത്തിനൊന്ന് ഓർമ്മിച്ചാൽ മതി. നിസ്കാരം ഒന്ന് വേഗം അതിന്റെ സമയത്ത് ബാങ്ക് കൊടുക്കുമ്പോ എല്ലായിടത്തും ഇട്ടിട്ട് വേഗം പോവുക. അതുപോലെ ഈ പുറത്തിറങ്ങി കഴിഞ്ഞാലുള്ള അവസ്ഥയിലും നമ്മൾ ശ്രദ്ധിക്കണം. അതും നമ്മൾ ചിന്തിച്ചിട്ട് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട്. നിസ്കാരം എവിടെ കിട്ടും, എവിടെ പിടിക്കുക, എവിടെ എത്തിയാൽ നിസ്കരിക്കാൻ കയറാം. നല്ല പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ല പള്ളികളിൽ എല്ലായിടത്തും ഉണ്ട് ഇപ്പോ, മാഷാ അള്ളാ. അപ്പൊ അങ്ങനത്തെ പള്ളികളെ നോക്കിയിട്ട് പോകാം. കാരണം അല്ലാത്തടത്ത് ചിലപ്പം വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ, പിന്നെ അപ്പോഴത്തേക്ക് നിസ്കാര ജമാഅത്ത് അടക്കയും. അപ്പൊ അങ്ങനത്തെ എല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം, ശ്രദ്ധിക്കണം. പ്രത്യേകം അത് നമുക്ക് അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ അതിന് പ്രാധാന്യം കൊടുക്കുക തന്നെ വേണം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു മനസ്സിലാക്കാൻ എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ആദരവ്, അതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം അള്ളാഹുവിനെയാണ്, അവന്റെ നിയമങ്ങളെയാന്ന് പറയുമ്പോ ഇതെല്ലാം അതിൽ പെടും. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങള് നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവുമല്ലോ എന്തായാലും. ആൺകുട്ടികളുടെ കൂടെ ഭർത്താക്കന്മാരുടെ കൂടെ യാത്ര ചെയ്തവരായിരിക്കും ഇത് കേൾക്കുന്ന മിക്കവാറും ആൾക്കാർ. അവര് പോകുമ്പോ ഇതുപോലെ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്ന കേൾക്കുമ്പോ അവിടെയെങ്കിലും പള്ളിയിൽ നിർത്തി നിസ്കരിക്കാന്നുള്ള ആ ഒരു സിസ്റ്റം ഉണ്ടായിട്ടുണ്ടോ? അതല്ല അവിടെ പോകേണ്ടടുത്തെല്ലാം പോയി എല്ലാം കഴിഞ്ഞ് വന്നിട്ട് വയ്യ വീട്ടിൽ നിന്ന് ലാസ്റ്റ് ആണോ നിസ്കരിക്കാറുള്ളത്?
ജമാഅത്തൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് ബീച്ചിലും പാർക്കിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് വരുന്ന ഒരു നഷ്ടമാണിത്. എല്ലായിടത്തും പള്ളിയുണ്ട്, പക്ഷെ പള്ളിയിൽ നിസ്കരിക്കാൻ ആളുണ്ടാവില്ല. ബീച്ചിലെല്ലാം പോയാല് അവിടെയൊക്കെ പള്ളിയുണ്ട് ഇല്ലേ, പാർക്കിൽ പോലും നിസ്കരിക്കാൻ നല്ല സൗകര്യം ഇപ്പൊ ആക്കിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്, ഞാൻ കണ്ടിട്ട് എനിക്ക് ഭയങ്കര അതിശയം തോന്നിപ്പോയി. നിസ്കരിക്കാൻ പുരുഷന്മാർക്ക് വേറെ, സ്ത്രീകൾക്ക് വേറെ വേറെ സൗകര്യം, ടോയ്ലറ്റ് ഫെസിലിറ്റി എല്ലാം ഉണ്ട്. പക്ഷെ ആരും ഇല്ല ഈ സമയത്ത്. ആൾക്കാരുണ്ട്, മുസ്ലിംസ് തന്നെ ഉണ്ട്, പക്ഷെ അവിടുന്ന് ആരും കയറി നിസ്കരിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഇത് നടത്തുന്ന സംഘാടകർ ചിലപ്പോൾ മുസ്ലിംസ് ഒന്നും ആയിരിക്കൂല, ചിലപ്പോ അവരിന്ന് വിചാരിക്കും ഇത് ഇല്ലേ, എങ്ങനെ ഒരു ഇത് ഉണ്ടാക്കി വെച്ചിട്ട് അതിനെ പോലും ഉപയോഗപ്പെടുത്താത്ത ആൾക്കാര്. അല്ലാഹ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കലേ, സഹാബാക്കളെല്ലാം ഒന്നാമത്തെ സൊഫിന് വേണ്ടിയിട്ട് മത്സരിക്കലാണ്. ഒന്നാമത്തെ സൊഫില് കിട്ടാൻ വേണ്ടിയിട്ട്. ഒന്നാമത്തെ സൊഫിന്റെ അത്ര പ്രതിഫലം രണ്ടാമത്തേല് കിട്ടൂല, രണ്ടാമത്തേല് അത്ര കിട്ടൂല മൂന്നാമത്തേല്. ആ ബേക്കോട്ട് ആവുന്നതിനനുസരിച്ച് കൂലി കുറയും. അതുകൊണ്ട് അവര് ഒന്നാമത്തെ സൊഫിലൊക്കെ മത്സരിക്കലാന്ന് പറഞ്ഞത്. നഷ്ടാന്ന്. ഇതൊന്നും നമുക്കറിയില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മൾ അതിനുവേണ്ടി മത്സരിക്കുമ്പോ അള്ളാഹു നമ്മളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന, അള്ളാഹിന്റെ തൃപ്തി മാത്രല്ല, അള്ളാഹു അവന്റെ ആകാശ ലോകത്ത് അള്ളാഹുവിന്റെ സദസ് ഉണ്ടാവില്ലേ മലക്കുകളുടെ, അവിടെ വെച്ച് ഇങ്ങനെ പ്രത്യേകം എടുത്തു പറയും, നോക്ക് എന്റെ അടിമ നോക്ക് ഇല്ലേ, എന്റെ എന്നോടുള്ള ഇഷ്ടം കൊണ്ട് അവൻ ഓടിയെത്തുന്ന നോക്കില്ലേ, എന്ത് തിരക്കിനിടയിലും ആ ജമാഅത്തിന് പള്ളിയിലേക്ക് ഓടിയെത്തുന്ന നോക്ക് എന്ന് പറയും. സുബ്ഹാനല്ലാഹ്. അതുപോലെ സ്ത്രീകളായ നമുക്കും അല്ലെ, നമ്മൾ എന്തെല്ലാം തിരക്കുകൾ, നമുക്കും നമ്മുടെ മുമ്പിൽ ഒരുപാട് ആവശ്യങ്ങൾ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിനിടയിൽ ബാങ്ക് കൊടുക്കുന്ന കേൾക്കുമ്പോ അതെല്ലാം അവിടെ വെച്ചിട്ട് എന്റെ റബ്ബിന്റെ വിളിയിലെ ഹയ്യാലൽ ഫലാ, ഹയ്യാലൽ ഫലാ എന്ന് വിളിക്കുമ്പോ അള്ളാഹു നമ്മള് വിളിക്കാന്നില്ലേ, അള്ളാഹു വിളിക്കല്ലേ നമ്മളെ. ആ ഒരു വിളി കേട്ടിട്ട് ഓടിപ്പോയി വേഗം ഒന്നെടുത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് അല്ലെ, ബാങ്കിന്റെ ഇഖാമത്തിന്റെ ഇടയിൽ ദുആക്ക് ഉത്തരണ്ട്, അപ്പൊ ആ സമയത്തൊന്ന് പ്രാർത്ഥിച്ച്, അങ്ങനെ വുളൂഇന്റെ ശേഷമുള്ള പ്രാർത്ഥനയെല്ലാം ചൊല്ലി, അങ്ങനെ എന്താ പറയാ, നല്ലൊരു റാഹത്തിലുള്ള നിസ്കാരം നമുക്ക് നിർവഹിക്കാൻ കഴിയുമ്പോ അവിടെ അള്ളാഹുവിന്റെ ഇഷ്ടം, അള്ളാഹുവിനോടുള്ള ഇഷ്ടം, അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് നമ്മൾ ആദരവ് കൊടുക്കുന്നത്, ബഹുമാനം കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഇപ്പം കൂടുതൽ ആളുകൾ ജമാഅത്ത് ഉണ്ടാകുന്ന പള്ളികളിൽ പങ്കെടുക്കുമ്പോൾ അതിനുണ്ട് പ്രതിഫലം. സുബ്ഹാനല്ലാഹ്. എല്ലാത്തിലും വ്യത്യാസം. അപ്പൊ അതെല്ലാം നോക്കുന്ന ആൾക്കാർ ഇന്ന് ഉണ്ടോന്ന് തന്നെ നോക്കേണ്ടി വരൂലേ. സുബ്ഹാനല്ലാഹ്. ഈ പള്ളിയിലേക്ക് ഒളുവെടുത്ത് നടന്നു പോകുമ്പോ ഓരോ കാലടിക്കും പ്രതിഫലാണല്ലേ. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ സ്ത്രീകളായ നമ്മൾ വിചാരിക്കൂലേ, നമുക്കിപ്പോ ഇതിനൊന്നും പറ്റൂല, അല്ലെങ്കിൽ നമ്മളെല്ലാം പോകുകയില്ലേ. അങ്ങനെയൊന്നുമില്ല. നമ്മൾ സ്ത്രീകൾക്കുണ്ടല്ലോ, അത് ആദ്യ സമയത്ത് അവല് വക്തിൽ നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കൂലി എല്ലാം കിട്ടും. പുരുഷന്മാര് പള്ളിയിലേക്ക് ഒതുകൊടുത്ത് പോയി നിസ്കരിച്ചാൽ എത്ര ജമാഅത്തായിട്ട് നിന്നിട്ട് എത്ര പ്രതിഫലം കിട്ടുന്ന അത്രയും പ്രതിഫലം സ്ത്രീകൾക്ക് വീട്ടിലെ ഒറ്റക്ക് നിസ്കരിച്ചാൽ തന്നെ കിട്ടുമെന്നാ പറയുന്നത്. നമ്മളെ മനസ്സിലായ ആഗ്രഹവും ഇതൊക്കെ ഉണ്ടെങ്കിൽ, പ്രാർത്ഥന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇത് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കാം. നിസ്കാരത്തിന്റെ കാര്യം തന്നെ പ്രത്യേകം. അതുപോലെ നിസ്കാരത്തിൽ നിന്ന് കഴിഞ്ഞാൽ മനസാന്നിധ്യം കൊണ്ടുവരാനുള്ളത് അല്ലെ, നമ്മള് അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നുള്ള ആ ഒരു ബോധത്തോടു കൂടി തന്നെ നമുക്ക് നിൽക്കാൻ കഴിയണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഇത് കിട്ടും അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അതായത് ഒരാള് നിസ്കാരം നിർവഹിക്കണം, എന്നാൽ അയാൾക്ക് അതിന്റെ പ്രതിഫലത്തിൽ നിന്ന് പകുതിയോ 3/1, 4/1, 5/1, അങ്ങനെ 10/1 ഒക്കെ മാത്രമായിരിക്കും ലഭിക്കുക. അതാ അങ്ങനെയാണല്ലേ. നമ്മൾ ചിന്തിച്ചു നോക്കിക്കോ, നമ്മളെ നിസ്കാരത്തിനൊക്കെ നമുക്ക് എത്രയും കിട്ടിയിട്ടുണ്ടാകും റബ്ബേ. 10/1 കിട്ടിയിട്ടുണ്ടാകോ? അല്ലാഹു അഅലം അല്ലെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പകുതി കിട്ടോ? അല്ലാഹു അക്ബർ. കിട്ടോ? ആ ഇപ്പോ ളുഹർ നിസ്കരിച്ചിട്ടല്ല എല്ലാരും ഇപ്പൊ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടാകാം. ഒന്ന് വെറുതെ ആ നിസ്കാരത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ, നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ടാകും. അതില് ഫാത്തിഹയ്ക്ക് ശേഷം ആദ്യത്തെ 2 റക്അത്തിൽ ഏത് സൂറത്ത് ഓതിയ ഓർമ്മ ഉണ്ടാ? വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കി, എത്രത്തോളം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നിസ്കരിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോ അസർ ബാങ്ക് കൊടുക്കും, അപ്പൊ അസർ നിസ്കരിക്കുമ്പോ
നല്ല ശ്രദ്ധയോടെ നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പം ഏതൊരു കർമ്മവും ഓരോ കർമ്മത്തിനും അതില് അള്ളാന്റെ അടുത്തുള്ള അതിന്റെ ഏറ്റക്കുറച്ചിലുകൾ അത് നമ്മളെ മനസ്സിലുള്ള ഈമാനിന്റെയും ഇഖ്ലാസിന്റെയും ആ ചെയ്യുന്ന കർമ്മത്തിനോടുള്ള താല്പര്യത്തിന്റെയും അതിന്റെ എല്ലാ അടിസ്ഥാനത്തിലായിരിക്കും എന്ന് പറയുന്നു. അങ്ങനെ പൂർണ്ണതയോടെ നിർവഹിക്കുന്ന കർമ്മങ്ങൾക്കാണ് പൂർണ്ണമായ പ്രതിഫലവും പാപമോചനവും ഒക്കെ ലഭിക്കുക. സുബ്ഹാനല്ലാഹ്. ഇതിന്റെ തോത് എത്രത്തോളം കൂടുന്നോ അതിനനുസരിച്ച് നമുക്ക് കൂടും, നമ്മളത് എത്രത്തോളം കുറയുന്നോ അതിനനുസരിച്ച് കുറയും. അപ്പം കർമ്മങ്ങളുടെ പ്രതിഫലത്തിന്റെ ഏറ്റക്കുറവ് ഇല്ലേ? ഇപ്പം ഞാൻ നിസ്കരിച്ച നിസ്കാരത്തിന്റെ പ്രതിഫലമായിരിക്കൂല വേറൊരാളെ നിസ്കരിച്ചാൽ അവർക്ക് കിട്ടുക അല്ലെ. എല്ലാരും നിസ്കരിക്കുന്ന ചിലപ്പോ ഒന്ന് തന്നെ, പക്ഷെ കൂലിന്റെ ഇതെന്തായിരിക്കും? അത് ഓരോരുത്തരുടെയും മനസ്സിന്റെ തേട്ടത്തിനനുസരിച്ചും മനസാന്നിധ്യത്തിനനുസരിച്ചും ഖിലാസിനനുസരിച്ചും ഖുശൂവിനനുസരിച്ചൊക്കെ എന്തുണ്ടാകും? ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ എന്താക്കണം? അത് വേണ്ട രീതിയിൽ ചിന്തിച്ചിട്ട് തന്നെ പ്രവർത്തിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ എനിക്കും കേട്ട നിങ്ങൾക്കും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അതിലൂടെ അള്ളാഹു തൃപ്തിപ്പെട്ട അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അടിമകളായി ഈ ദുനിയാവിൽ ജീവിക്കാനും റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇഷ്ടങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടങ്ങളാക്കി, അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങളാക്കി നമുക്ക് മാറ്റി നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അർഹമുർ റഹീമായ അള്ളാഹുവേ, നിന്റെ തൃപ്തിയും പ്രീതിയും പൊരുത്തവും ഇഷ്ടവുമാണ് അള്ളാഹുവെ ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. അതിലേക്ക് ഞങ്ങൾ എത്തിക്കണേ അല്ലാ. അതിനുതകുന്ന രീതിയിൽ ഞങ്ങളുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. നിന്റെ കാരുണ്യവും നിന്റെ ഫضലും ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയൂല അള്ളാഹുവെ. നീ ഞങ്ങളെ എല്ലാരും നിന്നിലേക്ക് ആവശ്യക്കാരാണ് അള്ളാഹുവെ. ഞങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെയും പ്രവർത്തനങ്ങൾ നിന്റെ കഴിവും നിന്റെ കുതിരത്തും കൊണ്ട് മാത്രമാണ് അള്ളാഹുവെ അത് നടക്കുന്നത്. അള്ളാഹുവെ, നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. നീ ഞങ്ങളെ സഹായിക്കണേ റഹ്മാനെ. നിന്റെ സഹായമില്ലാതെ ഞങ്ങൾക്കൊരു കുഞ്ഞു വിരല് പോലും ചലിപ്പിക്കാൻ സാധിക്കില്ല അള്ളാഹുവെ. അത് ഞങ്ങൾക്ക് കൃത്യമായി ബോധമുണ്ട് അള്ളാഹുവെ. അതുകൊണ്ട് ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാ. നിന്റെ കാരുണ്യം കൊണ്ടല്ലാതെ ഞങ്ങൾക്ക് ഈ പറഞ്ഞ ഇൽമും ഇതൊക്കെ നമുക്ക് ലഭിക്കുന്ന അള്ളാഹു നിന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് അള്ളാഹു. എപ്പോഴും നീ കരുണ ചൊരിയുന്ന നല്ല അടിയാറുകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്റെ ഇഷ്ടം മുൻനിർത്തിക്കൊണ്ട് മുൻപിൽ വെച്ചുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാ മേഖലകളിലും നിന്നെ ഓർത്തുകൊണ്ട് നിന്നെ ദിക്ർ ചെയ്തുകൊണ്ട് നിന്നെ മാത്രം തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹുവെ ഞങ്ങളെ സഹായിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ മനുഷ്യ സഹജമായി ഒരുപാട് വീഴ്ചകളും പോരായ്മകളും തെറ്റുകുറ്റങ്ങളും വന്നു പോയിട്ടുണ്ട് അള്ളാഹുവെ. അതൊക്കെയും നിന്റെ മഹത്തായ ഫضൽ കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾ എപ്പോഴും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹുവെ. അത് ഹൃദയം കൊണ്ട് കേൾക്കാനും ജീവിതത്തിൽ അമലാക്കി കൊണ്ടുവരാനും ഞങ്ങളെ നീ സഹായിക്കണേ അള്ളാഹുവെ. ഞങ്ങൾ പഠിക്കുന്ന ആ ഇൽമ കൊണ്ട് അള്ളാഹുവെ ഞങ്ങളുടെ കുടുംബത്തിനും അതിന്റെ വെളിച്ചം എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് നീ സഹായം നൽകണേ റഹ്മാനെ. ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. നീ നൽകിയതിൽ ഞങ്ങൾക്ക് തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള ഹൃദയവിശാലത ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നീ നൽകിയതിൽ നിന്നും ആവശ്യക്കാരിലേക്ക് ചിലവഴിക്കാനുള്ള വിശാലമായ മനസ്സ് ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇഖ്ലാസോടെ നല്ല നിയത്തോടെ കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും റഹ്മാനായ റബ്ബേ നീ പൂർണ്ണമായും സ്വീകരിക്കണേ അള്ളാഹുവെ. പൂർണ്ണമായും സ്വീകരിക്കണേ അള്ളാഹ്. ഒരുപാട് പോരായ്മകൾ ഉണ്ടാകും അള്ളാഹുവെ. അതൊക്കെ നീ പുറത്ത് മാപ്പാക്കിക്കൊണ്ട് ഞങ്ങളുടെ കർമ്മങ്ങൾ നീ സ്വീകരിക്കണേ അള്ളാഹ്. താങ്ങാനാവാത്ത പരീക്ഷണങ്ങൾ നൽകി ഞങ്ങൾ നീ പരീക്ഷിക്കല്ലേ അള്ളാഹുവെ. ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ശുക്ർ ചെയ്യുന്ന നന്ദി ചെയ്യുന്ന നല്ല അടിമകളായി
ഈ ദുനിയാവിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അള്ളാഹുവെ. ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അള്ളാഹുവെ. എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും നീ നീക്കി കൊടുക്കണേ അള്ളാഹ്. കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, പട്ടിണി കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അള്ളാഹുവെ. എല്ലാവർക്കും നീ അവരുടെ പ്രയാസങ്ങൾക്ക് നീ ആശ്വാസം നൽകണേ അള്ളാഹ്. ഒരു സൊല്യൂഷൻ നീ ഉണ്ടാക്കി കൊടുക്കണേ റഹ്മാനെ. എത്ര വലിയ കടബാധ്യതകൾ ഉണ്ടെങ്കിലും നിന്റെ ഖജനാവിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അള്ളാഹുവെ. ആവശ്യക്കാരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അള്ളാഹ്. അതിന് ഞങ്ങൾ നീ കാരണക്കാരാക്കണേ റഹ്മാനെ. നിന്റെ തൃപ്തിയും പ്രീതിയും ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അള്ളാഹുവെ. അതൊക്കെ നീ പൂർണ്ണമായും സ്വീകരിക്കണേ അള്ളാഹ്. ഞങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പും ഇതിന്റെ പ്രവർത്തനങ്ങളും എല്ലാം റഹ്മാനായ റബ്ബെ നിന്റെ സഹായം കൊണ്ടല്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അള്ളാഹുവെ. ഏറ്റവും നന്നായിക്കൊണ്ട് തന്നെ നീയും തുടർന്ന് ചെയ്യുവാൻ ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. രോഗികളായി ഹോസ്പിറ്റലുകളിലും വീടുകളിലും പ്രയാസപ്പെടുന്നവരുണ്ട് അള്ളാഹുവെ. എല്ലാവർക്കും നീ രോഗങ്ങൾക്ക് ശിഫയും ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇസ്ലാമിന്റെ പേരിൽ, മുസ്ലിം ആയതിന്റെ പേരിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രയാസപ്പെടുന്നവരുണ്ട് അള്ളാഹുവെ. അവർക്കൊക്കെയും നീ ആശ്വാസം നൽകണേ അള്ളാഹ്. അവരെ നീ സഹായിക്കണേ റഹ്മാനെ. പട്ടിണി കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അള്ളാഹുവെ. അവർക്ക് നീ നല്ല ഭക്ഷണം നൽകി നീ ഭക്ഷണം എത്തിച്ചു കൊടുക്കണേ അള്ളാഹുവെ. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും നീ ഇസ്സത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും നീ വിജയം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നേരത്തെ വിട പറഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് റഹ്മാനായ റബ്ബേ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരുടെ കബറിടങ്ങൾ വിശാലമാക്കി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അള്ളാഹുവേ. ഞങ്ങളുടെ തലമുറയിൽ അള്ളാഹുവെ സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നീ നിലനിർത്തി തരണേ റഹ്മാനെ. മുത്തഖീങ്ങൾക്ക് ഇമാമാക്കി മാറ്റണേ റഹ്മാനെ. കൺകുളിർമയുള്ള ഒരു കുടുംബ ജീവിതം അള്ളാഹുവെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണേ അള്ളാഹ്. വീടുകളിൽ അള്ളാഹു നീ സന്തോഷവും സമാധാനവും നിലനിർത്തി തരണേ റഹ്മാനെ. കുടുംബങ്ങളിൽ നീ ഐക്യവും സൗഖ്യവും പ്രദാനം ചെയ്യണേ റഹ്മാനെ. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار وادخلنا الجنة يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وصلى الله على محمد والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك